ഹലോ. ഒരിക്കൽ ഒരു പ്രൊഫസർ തൻ്റെ ക്ലാസ് മുറിയിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികളിരിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ കൈകളിലേക്ക് കുറേ ബലൂണുകൾ കൊടുത്തു. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഈ ബലൂണുകളെല്ലാം നിങ്ങൾ ഊതി വീർപ്പിക്കുക. അതിനുശേഷം ഓരോ ബലൂണുകളുടെയും പുറത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതി ഒട്ടിക്കുക. വിദ്യാർത്ഥികളെല്ലാം പ്രൊഫസർ പറഞ്ഞതുപോലെ ബലൂണുകൾ ഊതി വീർപ്പിച്ച് അതിന്മേൽ അവരുടെ പേരുകൾ എഴുതി ഒട്ടിച്ചു. പ്രൊഫസർ തുടർന്നു, നിങ്ങൾ ആ ബലൂണുകളെല്ലാം ആ ക്ലാസ് മുറിയിലേക്ക് ഇടകലർത്തി ഇടുക. പ്രൊഫസർ ആവശ്യപ്പെട്ടതുപോലെ ഊതി വീർപ്പിച്ച ബലൂണുകൾ, പേരെഴുതിയ ബലൂണുകൾ എല്ലാം അവർ ആ ക്ലാസ് മുറിയിൽ ഇടകലർത്തി നിക്ഷേപിച്ചു. പ്രൊഫസർ അവർക്ക് 3 മിനിറ്റ് സമയം നൽകി. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയിരിക്കുന്ന, അവരവരുടെ സ്വന്തം പേരുകൾ എഴുതിയിരിക്കുന്ന ബലൂണുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. കുറച്ചധികം ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും സ്വന്തം പേരുകൾ എഴുതിയിരിക്കുന്ന ബലൂണുകൾ കണ്ടെത്താനായില്ല. വിഷമിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളോട് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആദ്യം കാണുന്ന ബലൂണുകൾ എടുക്കുക. അവർ കയ്യിൽ കിട്ടിയ ഓരോ ബലൂണുകൾ പെറുക്കിയെടുത്തു. അപ്പോൾ പ്രൊഫസർ അവരോട് ആവശ്യപ്പെട്ടു, അതിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അയാൾക്ക് ആ ബലൂണുകൾ നിങ്ങൾ കൊടുക്കുക. 1-2 മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവർക്കും അവരവരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന ബലൂണുകൾ അവരുടെ കയ്യിൽ ലഭ്യമായി. വലിയൊരു ജീവിത പാഠം ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. ഈ ബലൂണുകൾ സന്തോഷത്തിൻ്റെ അടയാളങ്ങളാണ്. നാം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്കും സന്തോഷം തിരികെ ലഭിക്കും. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും മാത്രം നിറവേറ്റാൻ നടക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി നാം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും കൊണ്ടുവരാൻ ഇടയാക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകം മനുഷ്യരെ നമ്മുടെ കുഞ്ഞു പ്രവർത്തികൾ കൊണ്ട് പോലും സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരാനന്ദം വളരെ വലുതാണ്. അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. പണ്ടൊരിക്കൽ ഒരാളോട് ആരോ ചോദിച്ചു അത്രേ, നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്താണ്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ചെറിയ കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് ദുഃഖിതനാകും. വീണ്ടും ചോദ്യം വന്നു, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും എനിക്ക് സന്തോഷിക്കാനും സാധിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പിണങ്ങുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കളിപ്പാട്ടം കിട്ടുന്ന കൊച്ചു കുട്ടികളെ പോലെ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ ആനന്ദിക്കുവാനും താല്പര്യമുള്ളവരായിത്തീരും. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ ഉയർച്ചകളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു അടയാളം കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഹൃദയത്തിനും മനസ്സിനും ആനന്ദം പകരുന്ന ചെറിയ നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് നസ്രായൻ നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യണമെന്നാണ്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും സന്തോഷം, ആനന്ദം പ്രദാനം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിക്കണം കേട്ടോ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.